പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളെല്ലാം ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ ഒരു 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെടുകയും 4ഓളം കുട്ടി കുറ്റവാളികളെ പോലീസ് ജുവനൈൽ ഹോമിൽ അടക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണല്ലോ നമ്മൾ കുറച്ചു ദിവസമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാലം മാറി കോലം കെട്ട് കഥയാകെ മാറിയിരിക്കുകയാണ്. പണ്ടുകാലത്ത് കുട്ടികൾ തമ്മിൽ ഒരു അടിപിടിയോ മറ്റോ നടന്നാൽ അധ്യാപകന്റെ ഒരു കണ്ണുരുട്ടൽ മതിയായിരുന്നു ആ പ്രശ്നത്തിന് നിമിഷ നേരം കൊണ്ട് പരിഹാരമുണ്ടാകാൻ. അല്പം കൂടി കടന്നു കോളേജ് കാലഘട്ടങ്ങളിലാണ് പിന്നീട് അടിപിടി പ്രൊഫഷണലായി രൂപാന്തരം പ്രാപിക്കുന്നത്. അടിക്ക് പേര് കേട്ട കോളേജ് എന്നൊക്കെ അന്തസ്സായി പറയാൻ തുടങ്ങിയ വിദ്യാർത്ഥികൾ പിന്നീട് പിറവിയെടുക്കുന്നുണ്ടായിരുന്നു. ആശയപരമായ സംഘടനകൾ പിന്നീട് കായികമായി കൂടിയുള്ള വിജയത്തിനുള്ള പോരാട്ടമായാണ് അടിപിടിയുടെ രൂപാന്തരത്തിൻ്റെ 3ാം ഘട്ടം പിന്നീട് ഉണ്ടാകുന്നത്. ഹോസ്റ്റലുകളിലെ ഇടിമുറികളിലും കണ്ണില്ലാ ക്രൂരതയും പിന്നീട് കേരളം കണ്ടു. മുൻപൊക്കെ സംഘർഷങ്ങളിൽ അവർ വിദ്യാർത്ഥികളായിരുന്നെങ്കിൽ പോലും അവർക്കൊരു മിനിമം ധാരണ ഉണ്ടാകുമായിരുന്നു. തലക്കടിക്കാൻ പാടില്ല, മർമ്മങ്ങളിൽ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ. എന്നാൽ ഇന്നെന്താണ് കഥ? ആദ്യം തന്നെ മർമ്മത്തിനിട്ടാണ് കൊട്ടുക. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ പരിക്കിന്റെ ആഴം ഡോക്ടറെ ഉദ്ധരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഒരു ബന്ധു പറയുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ കില്ലർക്ക് മാത്രം കഴിയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ. നോക്കൂ, ഈ കൊലയാളികൾ പ്രായപൂർത്തി പോലും തികയാത്ത കേവലം 10ാം ക്ലാസ്സിൽ എത്തിയവരാണ് എന്ന് ഓർക്കണം. ജീവിതം മനസ്സിലാക്കി തുടങ്ങും മുൻപ് ഇവർ ഇങ്ങനെയാണെങ്കിൽ മൂത്തു പഴുത്താൽ ഇവർ ആരായി മാറുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാലം മാറിയതാണോ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നത്തിന് കാരണം? അതോ സാധ്യതകൾക്ക് അതിർവരമ്പുകൾ നിശ്ചയിക്കാതെ മുന്നോട്ട് പോകുന്നതോ? രണ്ടാമത്തേതിന് തിരഞ്ഞെടുക്കാനാണ് വ്യക്തിപരമായി എനിക്കിഷ്ടം. സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച കണ്ടു. അധ്യാപകർക്ക് അവരുടെ വടി തിരികെ നൽകൂ, അവർ നല്ലൊരു സമൂഹത്തെ തിരികെ സമ്മാനിക്കുമെന്ന്. ഇനി വടി തിരികെ നൽകിയാലും ഒരു മാറ്റം സാധ്യമാകുമെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? പറയുമ്പോൾ തന്തവൈബെന്ന് പറയുമെങ്കിലും പറയാതെ തരമുണ്ടോ? ബ്രസീലിൽ ലോകകപ്പ് നടക്കാൻ പോകുന്ന ഒരു സമയം, നാടുകളിലെല്ലാം ഫുട്ബോൾ താരങ്ങളുടെ ഫ്ലക്സുകൾ നിറയുന്ന സമയം, ഒരു രാത്രി സമയം, ഒരു നാട്ടിൽ കുറച്ചു കുട്ടികളും യുവാക്കളും ചേർന്ന് ഫ്ലക്സ് ബോർഡ് തയ്യാറാക്കുകയാണ്. പെട്ടെന്നൊരു മുന്നറിയിപ്പുമില്ലാതെ അവരെല്ലാം ഓടി ഒളിക്കുന്നു. നോക്കുമ്പോൾ നാട്ടിലെ ഒരു സദർ ഉസ്താദ് അതുവഴി നടന്നു വരികയാണ്. അതൊരു നിയന്ത്രണവും പരസ്പരമുള്ള ബഹുമാനവുമായിരുന്നു. ഉസ്താദിനെ കണ്ടപ്പോൾ അവർ ആദരസൂചകമെന്നോ പേടികൊണ്ടോ ഒക്കെ ഓടി ഒളിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതെല്ലാം കുട്ടികൾക്കൊത്ത് അധ്യാപകർ നിൽക്കുന്നത് തന്നെയാണ്. ഇനി മറുത്തൊന്ന് എന്തെങ്കിലും പറഞ്ഞാലോ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാകും. നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ടവരെ ചങ്ങലക്കിടുകയും നിയന്ത്രണമില്ലാത്തവർ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം കൈവശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഒരു സ്കൂളിൽ രൂക്ഷമായ സംഘർഷം നടക്കുകയാണ്. കുട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. പരിധി വിട്ടപ്പോൾ നാട്ടുകാരും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ഒക്കെ രംഗത്തിറങ്ങി കുട്ടികൾക്ക് നേരെ തിരിയുന്നു. എന്നാൽ ആ സംഘർഷം കണ്ടു നിന്നതല്ലാതെ ഒരൊറ്റ അധ്യാപകനും തങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ പോലും ശ്രമിച്ചില്ല എന്നതാണ് ഏറ്റവും ദാരുണമായ കാര്യം. തൻ്റെ കുട്ടി താനുമായി ഏറ്റവും ബന്ധമുണ്ടായിട്ട് കൂടിയിട്ടും ആ അധ്യാപകന്റെ വരുതിയിൽ ആ കുട്ടി ഇല്ലെങ്കിൽ അതിന് കാരണക്കാർ അധ്യാപകരാണോ? അല്ല, വ്യവസ്ഥിതിയാണ്. ചില കൂട്ടത്തല്ലുകൾ കാണുമ്പോൾ മനസ്സ് നീറിപ്പുകയും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു പോകില്ലേ എന്ന് നമ്മൾ ആധിപ്പെടും. അതിനിടയിലൊക്കെ പെട്ടുപോകുന്ന ചില കുട്ടികളുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെ ചില അവശത അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പ്രായം കൊണ്ടോ പക്വത കൊണ്ടോ ഒക്കെ ആ കൂട്ടത്തിനിടയിൽ പെട്ടുപോകുന്ന ആളുകളുണ്ട്. അവരുടെ കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികൾ കൂട്ടം കൂടുമ്പോൾ അതിലേറ്റവും നല്ല തല്ലുകാരന് പ്രത്യേക ആവേശം വരും. അവൻ അവിടെ ഹീറോയാണ്. ആ സമയത്തിൽ അവനെ തടയാൻ വരുന്നവർക്ക് പോലും പക്ഷേ അക്രമമേൽക്കും. അവരുടെ മാനസികാവസ്ഥ ആ സമയത്ത് അപ്പോഴങ്ങനെയായിരിക്കും. ഒന്നാമത്തേത് അവരുടെ പ്രായമാണ് പ്രശ്നം. 2 അവർ ധരിച്ചു വെച്ച ചില ധാരണകളാണ്. 3 നമ്മൾ സമൂഹവും വ്യവസ്ഥിതിയും നൽകിയ ഇളവുകളാണ്. 4ാമത്തേത് അവരെ സ്വാധീനിക്കുന്ന സിനിമ പോലെയുള്ള സംവിധാനങ്ങളാണ്. നിഷ്പക്ഷമായി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, സിനിമയിലെ വില്ലത്തരവും ലഹരിയുടെ അതിപ്രസരവും സിനിമകളിലെ അക്രമവാസനകളുമെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നു. 100% ശരി തന്നെ. പക്ഷേ ഇത്തരം സിനിമകൾ ഇറങ്ങുമ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഒരു അപകടം നടക്കുമ്പോൾ ഇതിനെതിരെ പാതിരാ ചർച്ചകൾ നടത്തുന്നതും? ഇത്തരം ആത്മാർത്ഥതയില്ലാത്ത ചർച്ചകൾ കൊണ്ട് സമൂഹത്തിലെ ഈ ചിന്താഗതി മാറ്റുവാൻ
കഴിയുമോ? ലഹരിക്കെതിരെ ഒരു ഭാഗത്ത് ക്യാമ്പയിൻ നടത്തുകയും മറുഭാഗത്ത് ബ്രൂവറികൾ സ്ഥാപിക്കുവാനുള്ള തന്ത്രപ്പാടിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക. പരീക്ഷയ്ക്കായി തയ്യാറാവുന്ന ഒരു കുട്ടിയെ കൊല്ലുക, അതേ സ്കൂളിൽ ആ കുട്ടിക്കൊലയാളികൾക്ക് പരീക്ഷയ്ക്കുള്ള അവസരം നൽകാൻ ശ്രമിക്കുക. ഇത്തരം സാഹചര്യങ്ങൾ എന്ത് മാറ്റമാണ്, എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ഇതെല്ലാം കഴിഞ്ഞാണ് രാഷ്ട്രീയ അതിപ്രസരണം ഉണ്ടാകുന്നത്. ഒരു MLA മകനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. നേരാവണ്ണം മെഡിക്കൽ പരിശോധന പോലും നടത്താതെ FIR തയ്യാറാക്കുന്നു. പിന്നാലെ പ്രസ്താവന വരുന്നു, MLA മകൻ നിരപരാധിയെന്ന്. ബുദ്ധിയുള്ള മലയാളികൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല എന്നാണോ ഈ രാഷ്ട്രീയക്കാരുടെ വെപ്പ്? നോക്കൂ, ഈ പ്രതികളിൽ ഒരാളുടെ രക്ഷിതാവിന് കൊടും ക്രിമിനലുകളുടെ പോലും ബന്ധം ഉണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമാവുന്നു. ഈ ക്രിമിനലിന്റെ വീട്ടിൽ നിന്നുമാണ് ആ കൊല്ലപ്പെട്ട കുട്ടിയുടെ തല തകർത്ത നഞ്ചക്ക് പോലും കണ്ടെടുക്കുന്നത്. നോക്കൂ, ആ പ്രതിയുടെ പിതാവ് ബന്ധം പുലർത്തിയ കൊടും ക്രിമിനൽ കേരള സംസ്ഥാനത്തെ കോളിളക്കം സൃഷ്ടിച്ച കൊല്ലപ്പെട്ട TP വധക്കേസിലെ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇനി ഇവിഷയത്തിലും വരില്ല എന്ന് ഉറപ്പ് നൽകാൻ നമ്മുടെ വ്യവസ്ഥിതികൾക്ക് കഴിയുമോ? ഏത് സംഭവം എത്ര നടന്നാലും സംഭവിച്ചാലും ഇരയുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ പറയുന്നൊരു വാക്കുണ്ട്, ഇനി ഒരാൾക്കും എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. വാസ്തവത്തിൽ ഈ വാക്ക് പറയേണ്ടത് ആ രക്ഷിതാക്കളാണോ? അല്ലെന്ന് ഞാൻ പറയും. നമ്മുടെ സർക്കാരും വ്യവസ്ഥിതിയുമാണ് അത്തരം വാക്കുകൾ പറയേണ്ടത്. അവരാണ് ഉറപ്പ് നൽകേണ്ടത്. അവർ ഉറപ്പ് നൽകാത്തിടത്തോളം കാലം, അവർ ഈ വാക്ക് പറയാത്തിടത്തോളം കാലം അടുത്ത അമ്മമാർക്കും ഇത് പറയേണ്ടി വരിക തന്നെ ചെയ്യും. ഫലത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. Waytonikah.com, the exclusive Muslim matrimonial site.